അമേരിക്കയിലെ ലോസ് ആഞ്ചലസ് സിറ്റിയെ വിഴുങ്ങിയ കാട്ടുതീ ഇതിനോടകം 25ഓളം പേരുടെ ജീവനെടുക്കുകയും 40,000 ഏക്കറിന് മുകളിൽ സ്ഥലത്തെ ബാധിക്കുകയും ചെയ്തിരിക്കുകയാണ്. തീപിടുത്തമുണ്ടായ ലോസ് ആഞ്ചലസ് ഒരു ഹിൽ പ്രദേശമാണ്. 2024 തുടക്കത്തിൽ ഇവിടെ ധാരാളം മഴ ലഭിക്കുകയും ചെടികളും വൃക്ഷങ്ങളും നന്നായി വളരുകയും ചെയ്തു. എന്നാൽ അതിനുശേഷം ഈ ഏരിയയിൽ മഴ ലഭിക്കുകയേ ചെയ്തിട്ടില്ല. ഇതിന്റെ ഭാഗമായി 2024 അവസാനത്തിൽ വിന്റർ ആയിട്ട് പോലും ഈ പ്രദേശങ്ങളിൽ വലിയ വരൾച്ചയും കഠിനമായ ചൂടും അനുഭവപ്പെട്ടു. ചെടികളും വൃക്ഷങ്ങളും എല്ലാം ഉണങ്ങി, മണ്ണ് നല്ല ഡ്രൈ ആയി. മാത്രവുമല്ല, മലപ്രദേശങ്ങളിൽ നിന്നും വരുന്ന സാന്റ ആന പോലെയുള്ള ശക്തമായ ഡ്രൈ കാറ്റ് അന്തരീക്ഷത്തിലെ മോയ്സ്ചർ കണ്ടന്റ് കുറക്കുകയും ചെയ്തു. ഉണങ്ങിക്കിടക്കുന്ന ചെടികളും വൃക്ഷങ്ങളും, ഡ്രൈ ആയ മണ്ണും അന്തരീക്ഷവും, ശക്തമായ ഡ്രൈ കാറ്റും, ഒരു തീപിടുത്തം പെട്ടെന്ന് പടരാനുള്ള എല്ലാ സിറ്റുവേഷനും അവിടെ ഉണ്ടായിരുന്നു. കൂടാതെ മലപ്രദേശം ആയതിനാൽ തീ പടരാനുള്ള സാധ്യത പിന്നെയും കൂടി. ശക്തമായ ഡ്രൈ കാറ്റ് ഒരു സ്ഥലത്തെ തീയെ മറ്റൊരു സ്ഥലത്തേക്ക് വളരെ എളുപ്പം എത്തിക്കാൻ പ്രധാന കാരണമായി മാറി. കൂടാതെ ഹെലികോപ്റ്ററിൽ തീ അണക്കാനുള്ള ശ്രമങ്ങൾക്കും ശക്തമായ കാറ്റ് ഭീഷണിയായി. തീപിടുത്തമുണ്ടായ ഏരിയ ഹിൽ പ്രദേശമായതിനാൽ ഒരു ഘട്ടം എത്തിയപ്പോൾ തീ അണക്കാനുള്ള ഫയർ ഹൈഡ്രന്റ് സിസ്റ്റം ഫെയിലാവുകയും ചെയ്തു. ഇത് കാരണം തീ കൂടുതൽ നാശനഷ്ടങ്ങൾ വരുത്താൻ കാരണമായി.